എപ്പോഴാണ് ഒരു പ്രഗ്നന്റ് ലേഡി ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ മീറ്റ് ചെയ്യും? ഓക്കെ, അതിൽ രണ്ട് രീതിയിൽ നമുക്കത് അപ്രോച്ച് ചെയ്യാം. വൺ ഇസ് വെൻ എ പ്രോബ്ലം അറൈസസ്. ഓക്കെ, ഐ തിങ്ക് ദ ബെസ്റ്റ് മെത്തേഡ് ഇസ് ദാറ്റ് എവ്രി വൺ ഷുഡ് മീറ്റ് എ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രഗ്നൻസിയിൽ 3 സമയത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീറ്റൽ ഇവാലുവേഷൻ വരും. ഒന്ന് വരുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്, രണ്ടാമത്തത് 5-ാം മാസത്തിൽ അംഗവൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ, പിന്നെ മൂന്നാമത് വരുന്നത് ഗ്രോത്ത് നോക്കാൻ, ഫീറ്റൽ ഗ്രോത്ത് നോക്കാനും, പിന്നെ പെരിനേറ്റൽ ട്രാൻസിഷൻ എന്ന് പറയും. ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഡെലിവറി ഈ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമോ ഇല്ലെന്ന് അറിയാം. ദ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വി ക്യാൻ റൂൾ ഔട്ട് ഓൾ മേജർ സ്ട്രക്ചറൽ മാൽഫോർമേഷൻ. ഫോർ എക്സാമ്പിൾ, സിൻസ് യുവർ എ സ്പൈൻ സർജൻ, ഐ ക്യാൻ ടെൽ യു ദാറ്റ് വി ക്യാൻ റൂൾ ഔട്ട് മേജർ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. അതൊക്കെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ഏനിൻകെഫാലീസ് റൂൾ ഔട്ട് ചെയ്യാം. മേജർ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസസ്, ഫോർ എക്സാമ്പിൾ 4 ചേമ്പേഴ്സിൽ സപ്പോസ് 1 ചേമ്പർ ഇസ് ഡിസ്ഫങ്ഷണൽ, അങ്ങനത്തെ ബേബീസ് ഒന്നും സർവൈവ് ചെയ്യില്ല. സോ ദർ ഇസ് നോ പോയിന്റ് ഇൻ ക്യാരിങ് ദാറ്റ് പ്രഗ്നൻസി ടിൽ ദ 5th month. അപ്പോൾ നമുക്ക് 3-ാമത്തെ മാസത്തിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ്സ് വൺ, ടു റൂൾ ഔട്ട് മേജർ സ്ട്രക്ചറൽ മാൽഫോർമേഷൻസ്. രണ്ടാമത് വരുന്നത് ഈ കുട്ടിക്ക് ജനറ്റിക് പ്രോബ്ലംസ് വരില്ല, ബുദ്ധിമാന്ദ്യത, ഡൗൺ സിൻഡ്രോം, ജനറ്റിക് ഡിസോർഡേഴ്സ് ദാറ്റ് റൺ ഇൻ ഫാമിലീസ്, ഹീമോഫീലിയ, താലസീമിയ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ മദറിന് പ്രീ എക്ലാംസിയ വരുമോ ഇല്ലേ, ബേബിക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, സൈസ് കുറയോ ഇല്ലേ, ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ ഫസ്റ്റ്, നോട്ട് ദ ഏർലിയസ്റ്റ് സ്കാൻ, സ്കാൻ ഇൻ ദി third month, basically 11 to 14 weeks. ആ സമയത്ത് സ്കാനിൽ ഇതൊക്കെ നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. And then according to that we can take decisions. If there are no structural malformations, there is no risk for preeclampsia, there is no risk for genetic disorders, then we can counsel her positively in that sense. Your pregnancy is in the low risk category, your baby completely fine and now you need to come back only at the 5th month. On the other hand, നമ്മൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ as per that we can counsel her. And usually complications are 3% ഉള്ളൂ. But 97% of the time we are counseling positive things. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ആൾക്കാർ ചോദിക്കുക ഫീറ്റൽ മെഡിസിൻ ആളെ വേണോ എന്നുള്ളത്. 97% of the time കുഴപ്പമില്ലെങ്കിൽ ഒരു സാധാ സ്കാൻ ചെയ്ത് വിട്ടാൽ പോരെ. ബട്ട് ഫോർ ദാറ്റ് 3% ഇറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ. അപ്പൊ നമുക്ക് ആ 3% വെറുതെ ഒരാള് കിടന്നവരും പറയാൻ പറ്റില്ലല്ലോ. And therefore that is very important. പിന്നെ വരുന്നത് 5-ാം മാസത്തെ സ്കാനാണ്. Obviously all anomalies we should be able to pick at that point. അപ്പോൾ ഒരു 19 to 24 വീക്സിന്റെ ഇടയിൽ എവരിതിങ് ഷുഡ് ബി സീൻ. പിന്നെ കംസ് ദ ഫൈനൽ തേർഡ് ട്രൈമസ്റ്റർ സ്കാൻ. ഇതിൽ ഏറ്റവും കൂടുതൽ എറർ വരുന്നുണ്ടാന്ന് വെച്ചാൽ ദേ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് എൻ ഓർഡിനറി സ്കാൻ. സാധാ സ്കാൻ ഗ്രോത്ത് നോക്കിയാൽ മതി, എവിടെന്നെങ്കിലും ചെയ്താൽ മതി എന്നുള്ളൊരു മിസ്കോൺസെപ്ഷൻ. പക്ഷെ അതിലത്തെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചില അനോമലീസ്, ചില എബ്നോർമാലിറ്റീസ് ലേറ്റ് ആയിട്ടേ വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയഫ്രമാറ്റിക് ഹേർണിയ. ഡയഫ്രമാറ്റിക് ഹേർണിയ എവിഡന്റ് ആവുന്നത് ചിലപ്പോൾ 3rd ട്രൈമസ്റ്ററിലായിരിക്കും. ഡിഫക്റ്റ് ആദ്യമേ തൊട്ടുണ്ടാവും, പക്ഷെ എവിഡന്റ് ആവുന്നത് 3rd ട്രൈമസ്റ്ററിലാണ്. അത് മിസ് ചെയ്തിട്ട് ആ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ മോർട്ടാലിറ്റി ഓൾമോസ്റ്റ് 100%. മനസ്സിലാവണം. അപ്പൊ ആ 3rd ട്രൈമസ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത് ലേറ്റ് ഓൺസെറ്റ് അനോമലീസ് വിച്ച് വിൽ എഫക്ട് ഇറ്റ്സ് ബർത്ത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അമ്മയോട് പറയാം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, പക്ഷെ ബേബി വിൽ ഡു വെൽ പ്രൊവൈഡഡ് നമ്മൾ ആ ഡെലിവറി സമയത്ത് പ്രോപ്പർ പെരിനേറ്റൽ കെയർ കൊടുക്കണം. ഇത് ഈ കുട്ടി ഇപ്പോൾ ഡയഫ്രമാറ്റിക് ഹേർണിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കുട്ടി ജനിച്ച വഴി കുട്ടീനെ ഇൻറ്റ്യൂബേറ്റ് ചെയ്യണം. ആൻഡ് ഇഫ് യു ഇൻറ്റ്യൂബേറ്റ്, ദ സർവൈവൽ ഓഫ് ദാറ്റ് ബേബി ഈസ് ഓൾമോസ്റ്റ് 100% ബിക്കോസ് ഇറ്റ് ഇസ് എ ലേറ്റ് ഓൺസെറ്റ് ഡയഫ്രമാറ്റിക് ഹേർണിയ. അത് സിമ്പിൾ തിങ് ആണത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ചെയ്ത സ്ഥലത്ത് ഈ കുട്ടി ഡെലിവറി ആണെങ്കിൽ യു ആർ സേവിങ് ദാറ്റ് ചൈൽഡ്. പക്ഷെ അത് മിസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? കുട്ടി ജനിക്കും, ശ്വാസം എടുക്കും, ദേ വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ പ്രോബ്ലം. സാച്ചുറേഷൻ ഡ്രോപ്പ് ചെയ്യുന്നത്, ബേബി ക്രാഷ് ചെയ്യുന്നു. ദാറ്റ് ക്രാഷ്ഡ് ബേബിനെ എടുത്ത് ഇവർ ഓടും to some other place where a pediatric surgeon is available, and in that transition time this baby will suffer from brain damage and all those other things, and then that life is gone. If the baby survives also, that child will have long term morbidity. So ഈ 3 അവസ്ഥകളിൽ എന്തായാലും ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. It is not optional. I wouldn't say it is optional because outside in all other countries, in Europe, in all developed countries, fetal medicine people are involved in all these 3 scans.